നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോപിനാഥ് പിള്ളി. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ മിക്കവരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആൾക്കാർക്ക് അമിതവണ്ണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ അമിതവണ്ണമുള്ളവർ ഇന്ന് കൂടുതലും കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലുമാണ്. ഈ അമിതവണ്ണം നമ്മുടെ സ്കൂൾ കുട്ടികളെ പോലും ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ കുട്ടികളിലെ ഏതാണ്ട് 30% ആൾക്കാർക്കും അമിതവണ്ണം ഉണ്ടത്രേ. ഈ അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി പലരും പല കാര്യങ്ങളും നോക്കാറുണ്ട്. പലരും പല ഡയറ്റുകൾ നോക്കുന്നു, കീറ്റോ ഡയറ്റ് പോലെയുള്ള ഡയറ്റുകൾ നോക്കുന്നു. പലരും പല വർക്കൗട്ടുകൾ ചെയ്ത് നോക്കുന്നു. പലർക്കും തൂക്കം കുറയ്ക്കാൻ സാധിക്കുമെങ്കിലും കുറഞ്ഞ തൂക്കം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് വരുന്നു. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഡയറ്റിൽ, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 ചെറിയ കാര്യങ്ങളെ പറ്റിയാണ്. വളരെ ചെറിയ ഒരു മാറ്റം മാത്രം മതി നമുക്ക് നമ്മുടെ തൂക്കം കുറയ്ക്കാൻ മതി. എല്ലാവർക്കും ചെയ്യാവുന്ന വളരെ ലളിതമായ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ പലർക്കും അത് അറിയാത്തത് കൊണ്ട് പലരും അത് പ്രാവർത്തികമാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വലിയ സ്ട്രിക്റ്റായിട്ടുള്ള കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ വീഗൻ ഡയറ്റ് തുടങ്ങിയ ഒരു ഡയറ്റും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ ആവശ്യമില്ല. ചെറിയ ചില നിസ്സാര കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ സ്നാക്സ് കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും സ്നാക്സ് കഴിക്കാറുണ്ട്. നമ്മൾ വൈകിട്ട് 4 മണിക്ക് ചിലപ്പോൾ സ്നാക്സ് കഴിക്കും. പലരും നമ്മൾ ബേക്കറി പലഹാരങ്ങളാണ് സ്നാക്സായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതായത് എന്തെങ്കിലും ജങ്ക് ഫുഡ് നമ്മൾ കഴിക്കും. അതായത് സമോസ, പപ്സ് അങ്ങനെയുള്ളത് കഴിക്കും. ചിലർ അതേ സമയത്ത് ഉഴുന്നുവട, ഉള്ളിവട, പരിപ്പ് വട ഇങ്ങനെയുള്ള ബേക്കറി പലഹാരങ്ങളായിരിക്കും ചിലർ കഴിക്കാറുള്ളത്. മറ്റു ചിലരായിട്ട് ഒരു കേക്കിൻ്റെ കഷ്ണം, പലർക്കും ഇഷ്ടമുള്ള പലതും അവർ സ്നാക്സായിട്ട് കഴിക്കാറുണ്ട്. മറ്റു ചിലരാകട്ടെ ഉപ്പ് കൂടുതലായിട്ടുള്ള ചില പദാർത്ഥങ്ങൾ കഴിച്ചെന്നിരിക്കും. അതായത് ഉപ്പേരി, അതുപോലെ തന്നെ മറ്റു പല ഭക്ഷണ സാധനങ്ങളിലും ഉപ്പ് കൂടുതലുണ്ട് നമ്മൾ സ്നാക്സായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ. പിന്നെ മറ്റു ചിലരാകട്ടെ കാലറി കൂടുതലുള്ള മറ്റു ചില ഭക്ഷണ പദാർത്ഥങ്ങൾ സ്നാക്സായിട്ട് ഉപയോഗിക്കും. ചിലരാകട്ടെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമാണ് മിക്കവർക്കും സ്നാക്സായിട്ട് ഉപയോഗിക്കുന്നത്. ഈ എണ്ണയിലിട്ട് വറുത്തതും പൊരിച്ചതും എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ എണ്ണ അടങ്ങിയിട്ടുണ്ട്. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവരൂപത്തിലുള്ള കൊഴുപ്പാണ്. കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കൂടുതൽ കാലറി ശരീരത്തിൽ ചെല്ലുന്നു. നമ്മൾ ജങ്ക് ഫുഡ് സ്നാക്സായിട്ട് കഴിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണയിലിട്ട് വറുത്തതും പൊരിച്ചതും കഴിക്കുന്നു. ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കാലറി ചെല്ലുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു ഉഴുന്നുവടയിൽ ഏതാണ്ട് 150 മുതൽ 200 കാലറി ഊർജ്ജം വരെ ചെല്ലാം എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സമോസയിലും. അപ്പോൾ ഇത്രയധികം കാലറി നമ്മൾ ആ ചെറിയ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടി നമ്മുടെ ശരീരത്തിലെത്തുന്നു. എല്ലാവരും നമ്മൾ വിചാരിക്കും, അത് ചെറുതായിട്ട് ഇത്രയല്ലേ ഉള്ളൂ, അത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ ശരീരത്തിലെത്തുന്ന കാലറി വലിയൊരളവാണ്. ഒരു ദിവസം നമുക്ക് ഏതാണ്ട് പുരുഷന്മാർക്ക് 2000 കാലറി ഊർജ്ജം മാത്രം മതി. സ്ത്രീകൾക്കാണെങ്കിൽ 1800 കാലറിയിൽ താഴെ ഊർജ്ജം മാത്രം മതി. നമ്മൾ പല പ്രാവശ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, അതായത് നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് കഴിക്കുന്നത്, 4 മണിക്ക് കഴിക്കുന്ന നമ്മളിപ്പോൾ പറഞ്ഞ പോലുള്ള സ്നാക്സ്, പിന്നെ വൈകിട്ടത്തെ ആഹാരം, അങ്ങനെ കഴിയുമ്പോഴത്തേന് അത് പുരുഷന്മാരിലാണ് 2500-3000 കാലറി വരെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നുണ്ട്. അപ്പം അങ്ങനെ ചെല്ലുന്ന കാലറി നമ്മുടെ ശരീരം ഉപയോഗിച്ച് മിച്ചം വരുന്നത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് സൂക്ഷിക്കും. നമ്മുടെ ത്വക്കിനടിയിലും അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളിലും സൂക്ഷിക്കും. ആന്തരിക അവയവങ്ങളിൽ സൂക്ഷിക്കുന്ന കൊഴുപ്പിനെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കൊഴുപ്പ് ഇങ്ങനെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പ്രമേഹം ഉൾപ്പെടെ, ഹൃദയാഘാതം ഉൾപ്പെടെ, സ്ട്രോക്ക് ഉൾപ്പെടെ ഉള്ള എല്ലാ രോഗങ്ങളുടെയും കാരണം ഈ കൊഴുപ്പ് തന്നെയാണ്. അതായത് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് അവിടെ നിന്നും ധാരാളം കെമിക്കൽസ് അല്ലെ ഹോർമോണുകളെ നമ്മുടെ ബ്ലഡിലേക്ക് കടത്തിവിടുന്നുണ്ട്. അതെല്ലാം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അമിതവണ്ണം കുറയ്ക്കുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നമ്മൾ 4 മണിക്കോ അല്ലെങ്കിൽ ഇടസമയത്തോ കഴിക്കുന്ന സ്നാക്സാണ്. നമ്മൾ വൈകിട്ടത്തെ ആഹാരം 8-9 ആകുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ പല കോഴ്സ് ഓഫ് ഫുഡുണ്ട്. ആദ്യത്തെ കോഴ്സ് പലപ്പോഴും നമ്മൾ ചെറിയ സാധനങ്ങളാണ് നമുക്ക് കഴിക്കാൻ തരുന്നത്. അതൊക്കെ സ്നാക്സിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്.
അങ്ങനെയുള്ള സ്നാക്സ് കഴിക്കുമ്പോൾ നമ്മളത് നിവൃത്തിയോടെ കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിൽ ചെല്ലും. ഉപ്പ് കൂടുതലുള്ള സ്നാക്സ് ഞാൻ സൂചിപ്പിച്ചു, അത് ചിലർ കഴിക്കാറുണ്ട്. ഉപ്പ് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് BP കൂടാനുള്ള സാധ്യതയുണ്ട്. BP കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു വലിയൊരു ആരോഗ്യ പ്രശ്നമാണ്. BP കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് വരെ നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഉപ്പ് കൂടുതലുള്ള സ്നാക്സ് കഴിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കരുത്, കാരണം അതിനകത്ത് വളരെ കൂടുതൽ കാലറി ഉണ്ട്. എണ്ണയിലിട്ട് വറുത്തതും പൊരിച്ചതുമായ സ്നാക്സ് കഴിക്കരുത്. പിന്നെ നമ്മൾ കഴിക്കേണ്ട ഏത് സ്നാക്സാണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുകൊണ്ട് നമുക്ക് സ്നാക്സ് കഴിക്കാം, അത് ഹെൽത്തി സ്നാക്സ് ആയിരിക്കണം. ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു 10-15 ബദാം പരിപ്പ് കഴിക്കാം. അത് വളരെ നല്ലൊരു സ്നാക്സാണ്. അതിനകത്ത് ധാരാളം omega-3 ഫാറ്റി ആസിഡ് അല്ലെ നല്ല കൊഴുപ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പ്രോട്ടീനുണ്ട്, മറ്റു വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ കാലറി അതിനകത്ത് കുറവാണ്. അല്ലെങ്കിൽ മറ്റ് നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. മറ്റ് പലതരത്തിലുള്ള നട്ട്സുണ്ട്, വാൾനട്ടുണ്ട്, പലതരത്തിലുള്ള നട്ട്സ് ഇന്ന് അവൈലബിൾ ആണ്. അത് ഏതെങ്കിലും കഴിക്കാം. സീഡ്സ് ഉണ്ട്, അങ്ങനെയുള്ള മത്തങ്ങ സീഡ്, പ്ലംകിൻ സീഡ്, അതുപോലെ തന്നെ മറ്റ് ചിയ സീഡ്, ഇങ്ങനെ തുടങ്ങിയ സീഡ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ നിങ്ങൾ ഈ സ്നാക്സ് കഴിക്കുമ്പോൾ എപ്പോഴും അത് ഹെൽത്തി ആണോ എന്ന് ഒന്ന് ചിന്തിച്ച്, ഹെൽത്തി ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കുവാൻ അത് വളരെയധികം സഹായിക്കും. കാരണം നിങ്ങളുടെ ശരീരത്തിലെത്തുന്ന കാലറി നിങ്ങൾക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. ഇനി രണ്ടാമതായിട്ടുള്ളൊരു കാര്യം, നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം. അത് ഇവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നാരുകൾ കൂടുതലുള്ളത്. ഒബീസിറ്റി കൂടുതലുള്ളവർ നാരുകളുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശപ്പ് കുറയും. അതായത് ഈ നാരുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് ദഹിക്കുകയില്ല, അത് സാവകാശമേ ദഹിക്കുകയുള്ളൂ. സാവകാശം മാത്രമേ ദഹിക്കുന്നുള്ളത് കൊണ്ട് സാവകാശമേ അവരുടെ രക്തത്തിലെ പഞ്ചസാര ഉയരുകയുള്ളൂ. രക്തത്തിലെ പഞ്ചസാര സാവകാശം ഉയരുമ്പോൾ അത് പാങ്ക്രിയാസിന് അല്ലെ അവിടുത്തെ ബീറ്റാ കോശങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. അതായത് ബീറ്റാ കോശങ്ങൾ ഏറ്റവും കുറച്ച് ഇൻസുലിൻ മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ മതി. അങ്ങനെ ഏറ്റവും കുറച്ച് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിൻ്റെ അളവിനെ കുറയ്ക്കും. ഇൻസുലിൻ ഈസ് എ ഫാറ്റ് സ്റ്റോറേജ് ഹോർമോണാണ്. ഇൻസുലിൻ കൂടുതലായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും, ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞുകൂടും. അപ്പോൾ നിങ്ങൾ നാരുകൾ കൂടുതലുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം പതുക്കെ ദഹിക്കുന്നുള്ളൂ, പതുക്കെ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് രക്തത്തിലെ പഞ്ചസാരയായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം അവിടെ കുറയുന്നു. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് നിങ്ങളുടെ തൂക്കം കുറയുവാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 25 ഗ്രാം നാരുകളെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നാരുകൾ കൂടുതലുള്ള ഭക്ഷണം ഏതാണോ അത് കണ്ടുപിടിച്ച് അതനുസരിച്ച് നമ്മൾ കഴിക്കുക. നാരുകൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പച്ചക്കറികളിലും പഴങ്ങളിലും ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. നമ്മൾ തവിടോട് കൂടിയ ധാന്യങ്ങളിലുണ്ട്, ഓട്സിനകത്തുണ്ട്, മുഴുധാന്യങ്ങളിലെല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾ പച്ചക്കറികൾ എടുക്കുകയാണെങ്കിൽ ബീൻസിനകത്തുണ്ട്, അച്ചിങ്ങാപ്പയറിനകത്തുണ്ട്, മറ്റു പയർ വർഗ്ഗങ്ങളിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നാരുകൾ കൂടുതലുള്ളത്, നമ്മുടെ മാംസഭക്ഷണത്തിൽ നാരുകളില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നാരുകൾ കൂടുതലുള്ള ഭക്ഷണം അമിതവണ്ണമുള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വണ്ണം കുറയ്ക്കുവാൻ തീർച്ചയായിട്ടും അത് വളരെയധികം സഹായിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ ഷുഗർ ഉള്ളത് ഏറ്റവും കുറയ്ക്കുക. ഷുഗറി ഡ്രിങ്ക്സ് കുടിക്കുക ഇന്ന് മിക്കവരുടെയും ഒരു ഫാഷനാണ്. പുറത്ത് പോകുമ്പോൾ നിങ്ങൾ കോള പോലെയുള്ള ഷുഗറി ഡ്രിങ്ക്സ് കഴിക്കുന്നു. നിങ്ങൾക്ക് അല്പം ദാഹിച്ചു കഴിഞ്ഞാലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും ഷുഗറി ഡ്രിങ്ക്സാണ് കുടിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്കും ഷുഗറി ഡ്രിങ്ക്സാണ് മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഷുഗറി ഡ്രിങ്ക്സ് കഴിവുള്ളത്തോളം ഉപേക്ഷിക്കുക. അതിന് പകരം നമ്മൾ നാരങ്ങാവെള്ളമോ മറ്റെന്തെങ്കിലും, ഈവൻ ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളപ്പോൾ ഈ മറ്റ് പഞ്ചസാര ചേർത്ത പലഹാരങ്ങളോ നമ്മൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അമിതവണ്ണം കുറയ്ക്കുവാൻ തീർച്ചയായിട്ടും വളരെയധികം സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കും. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.